ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാനത്ത് വലിയൊരു ധനകാര്യ പ്രതിസന്ധി നിലനിൽക്കുകയായിരുന്നു. ഇത് വിശദീകരിക്കാൻ വേണ്ടി നമ്മളൊരു ധവളപത്രം ഇറക്കുകയും ചെയ്തു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക നില വളരെ മെച്ചപ്പെട്ടു. സത്യം പറഞ്ഞാൽ 2001 മുതലുള്ള മൊത്തത്തിലൊരു ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കുറഞ്ഞു വരികയായിരുന്നു, കമ്മി കുറഞ്ഞു വരികയായിരുന്നു. എ.കെ. ആന്റണി സർക്കാർ ചെയ്തത് ചെലവ് ചുരുക്കിയിട്ട് പ്രതിസന്ധി പരിഹരിക്കാനാണ്. അത് വലിയ പ്രതിഷേധമൊക്കെയായി. നമ്മൾ അധികാരത്തിൽ വന്നു. നമ്മൾ ചെയ്തതെന്താ? ചെലവ് ചുരുക്കാൻ പോയില്ല, മറിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചു. 20% വെച്ച് നമ്മുടെ നികുതി വരുമാനം കൂടി. എന്നാൽ UDF ഭരണം വന്നപ്പോഴോ ഉമ്മൻചാണ്ടിയുടെ കീഴിൽ ആദ്യത്തെ 2 വർഷം നമ്മുടെ കാലത്തെന്ന പോലെ നികുതി കൂടി. പിന്നെ നികുതി 10% കുറഞ്ഞു. ചെലവ് പഴയതുപോലെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ കമ്മി കൂടി, സംസ്ഥാനം പ്രതിസന്ധിയിലേക്ക് പോയി. ചെലവിനുള്ള വരുമാനമില്ലാത്ത അവസ്ഥ. നമ്മുടെ സർക്കാർ അധികാരമേറ്റപ്പോഴുള്ള നില ഇതായിരുന്നു. നമ്മൾ പറഞ്ഞു ചെലവ് ചുരുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെന്ന പോലെ നമ്മളെന്നാൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, അങ്ങനെ പ്രതിസന്ധി കുറച്ച് കൊണ്ടുവരുമെന്നാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന GST നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വലിയ പാളിച്ച പറ്റി. ഇപ്പോഴും അതിൻ്റെ IT സംവിധാനം പൂർണ്ണമായിട്ടില്ല. 4ാമത്തെ വർഷമാണ്. ഇപ്പോഴും സമയത്ത് റിട്ടേണുകളും രേഖകളും ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഫലത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് കിട്ടുന്നത് മേടിച്ച് എടുക്കാമെന്നല്ലാതെ നികുതി ഭരണം അസാധ്യമാകുന്ന ഒരു അരാജകത്വമായിരുന്നു GSTയിൽ. ഇതുമൂലം നമ്മുടെ നികുതി വരുമാനം വർദ്ധിച്ചില്ല. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതായെന്നൊന്നും ഞാൻ പറയില്ല നമ്മുടെ ഭരണകാലത്ത്. പക്ഷേ അയ്യോ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചെലവുകൾ ചുരുക്കാം, അങ്ങനെ ഒരു സമീപനമില്ല. മറിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ചെലവ് നിലനിർത്തണം, ജനങ്ങൾക്കുള്ള സഹായം തുടരണം. ഈ GSTയുടെ കുഴപ്പമൊക്കെ ഒരു 1-2 വർഷം കൊണ്ട് തീരും, അപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം എന്നൊരു സമീപനമാണ് ധനകാര്യ വകുപ്പ് എടുത്തത്, നമ്മുടെ സർക്കാർ എടുത്തത്. അതിൻ്റെ ഫലമായിട്ട് അന്യാദൃശ്യമായ സാമൂഹ്യക്ഷേമ ചെലവുകളാണ് നടന്നത്. ഇപ്പോൾ 600 രൂപ ക്ഷേമ പെൻഷൻ, അത് 1500 ആക്കുന്ന വോട്ട് ചോദിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവസാന വർഷം കൊണ്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിച്ച ഒരുപാട് പേരുണ്ട്. നമ്മളങ്ങനെയാണോ ചെയ്തത്? നമ്മുടെ ഭരണത്തിൽ കയറി തന്നെ 1000 ആക്കി. ചിലർ പറഞ്ഞ് ജനങ്ങളത് മറന്നുപോകും ഇലക്ഷൻ ആകുമ്പോഴേക്കും. നമ്മുടെ നിലപാട് ജനങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളൊന്നും മണ്ടന്മാരൊന്നുമല്ല. ഇപ്പോൾ 1400. ഇപ്പോൾ എന്തൊരു വർധനയാണ്! 20 ലക്ഷം പേർക്ക് കൂടുതൽ ആളുകൾക്ക് പെൻഷൻ നൽകി. ഞാൻ പെൻഷൻ്റെ ഒരൊറ്റ കാര്യം പറഞ്ഞ ജനങ്ങളുടെ ഇപ്പോൾ കിറ്റും കൊടുക്കുന്നുണ്ട്. അതിനൊന്നും പിശുക്കില്ല. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ വില തന്നെയാണ് അധികാരത്തിൽ ഇറങ്ങുമ്പോഴും മാവേലി സ്റ്റോറുകളിൽ. ആ വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും ഓരോ വർഷം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാവേലി സ്റ്റോറിലെ 14 ഇനങ്ങളുടെ വില വർദ്ധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സിവിൽ സപ്ലൈസിന് കൊടുക്കുന്ന ധനസഹായം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ വാക്ക് ജനങ്ങളോട് നൽകിയ പാലിച്ചു. ഇനി അതുമാത്രമാണ് നൽകുന്നത്. ഈ കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റ് നൽകിയല്ലേ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ്. ജനങ്ങൾക്ക് എത്ര ആശ്വാസകരമാണ്. അരിയുണ്ട്, പലവ്യഞ്ജനങ്ങളും പയറുമെല്ലാം കിറ്റായിട്ടും നൽകും.
കേരളത്തിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല. ആവശ്യത്തിനുള്ള പണമൊക്കെ ജനങ്ങളുടെ കയ്യിലെ വരുമാനമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പട്ടിണി കിടക്കില്ല. നമ്മുടെ ജനകീയ ഹോട്ടലും എല്ലാം കൂടി ചേരുമ്പോൾ അതില്ല. ഇത് ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്. അപ്പോൾ അതിനെ കളങ്കം ചാർത്താനാണ് ഓണക്കാലത്ത് പല അപഖ്യാതികളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം അതിനുശേഷം നമ്മളൊരു കിറ്റ് കൊടുത്തല്ലോ. കേരളത്തിൽ എവിടെ നിന്നെങ്കിലും ഒരാക്ഷേപം ഒരു മാധ്യമത്തിൽ വന്നോ? വെച്ചാൽ ആക്ഷേപം ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കരയൊന്നും കൊടുക്കണ്ടെന്ന് വെച്ചു. എന്ന് മാത്രമല്ല, നേരിട്ട് ഉൽപ്പാദകരിൽ നിന്ന് മേടിക്കത്തുള്ളൂ, മാനുഫാക്ചറിൽ നിന്ന് ടെൻഡർ വിളിച്ച്. ആർക്കും ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുന്ന വ്യവസ്ഥ മാറ്റി. നാഫെഡിന് ഉപയോഗിച്ച് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിപ്പിച്ചെടുക്കുകയാണ്. ഒരാക്ഷേപവും ഇല്ലാത്ത രീതിയിൽ സിവിൽ സപ്ലൈസ് ചെയ്തു. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ, പിന്നെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം, ഈ പ്രതിസന്ധിയൊക്കെയുള്ളപ്പോഴും മുന്നോട്ട് പോയാൽ വേറൊന്നും കൂടി ചെയ്തു. കേരളത്തിലെ പാവപ്പെട്ടവർ സാധാരണക്കാർ ജോലി ചെയ്യുന്ന നല്ലൊരു പങ്ക് പരമ്പരാഗത വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ കൃഷിയിലാണ്. ഈ മേഖലകളിലെ തൊഴിലുകളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര വലിയ നടപടികളാണ് എടുത്തിട്ടുള്ളത്. കൈത്തറി യൂണിഫോം മുഴുവൻ അവിടെ നെയ്യാൻ തീരുമാനിച്ചപ്പോൾ സർക്കാരിന് ചിലവ് കൂടി. യൂണിഫോം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ വീതവും കൂടി ചേർത്ത് കുറച്ച് പണം എല്ലാ കുട്ടികളുടെയും വീട്ടിൽ കൈ കൊടുത്താൽ പോയി. എന്നാൽ യൂണിഫോം തുണി നെയ്ത് മേടിച്ചു കൊടുക്കുമ്പോൾ ചിലവ് ഇരട്ടിയായി. പക്ഷേ കൈത്തറി തൊഴിലാളികൾക്ക് പണിയായി. നമ്മുടെ പനമ്പും മറ്റും നെയ്തതിന് വിൽക്കാനായിട്ട് പ്രയാസം ബാംബു പ്ലൈവുഡ് ഉണ്ടാക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ കശുവണ്ടി വ്യവസായം, അതിന് കശുവണ്ടി ബോർഡിനെ സൃഷ്ടിച്ച് തോട്ടണ്ട് നേരിട്ട് ഇറക്കുമതി ചെയ്ത് പണി നൽകാനുള്ള ഏർപ്പാടാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ പരിചയമുള്ള കയർ വ്യവസായത്തിലാണ്. UDFിൻ്റെ കാലത്ത് ചിലവാക്കിയതിൻ്റെ 4 മടങ്ങാണ് ഇപ്പോൾ ചിലവാക്കണം. എല്ലാം ബഡ്ജറ്റിൽ നിന്നല്ല, NCDC വായ്പയും കൂടി ചേരുമ്പോഴാണ്. കയർ ബോർഡിൽ നിന്നും പണം സമാഹരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്തേ? അടിമുടി യന്ത്രവൽക്കരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടാവും. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു തൊഴിലാളി മേഖലയിൽ നിന്നും പ്രതിഷേധമില്ലല്ലോ. തൊണ്ടിന് ചകിരി മില്ലുകൾ 250 എണ്ണമാവും ഈ വർഷം അവസാനിക്കുമ്പോൾ. നമ്മുടെ ആവശ്യത്തിന് ചകിരി കേരളത്തിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങും. അത് പിരിക്കണം. അതിന് ASM മെഷീൻ. നേരത്തെ റാട്ടിൽ 15 കിലോ പിരിക്കുന്നതെങ്കിൽ ഇതിൽ 50 കിലോ പിരിക്കാം. ഇതുണ്ടാക്കുന്ന കയറെന്ത് ചെയ്യും? നമ്മൾ യന്ത്രപ്രകൃത ലൂമുകളും വെച്ചു തുടങ്ങി, ജിയോ ടെക്സ്റ്റൈൽസും മറ്റും ഉണ്ടാക്കാൻ. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 7000 ടണ്ണായിരുന്നു കയറുൽപാദനം. നമ്മുടെ ഭരണം അവസാനിക്കുമ്പോൾ 40,000 ടണ്ണാവും. പണ്ട് 110 രൂപ സർക്കാർ ഇൻകം സപ്പോർട്ടും കൂടി നൽകിയിട്ട് ഏതാണ്ട് 350 രൂപയാണ് കൂലി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇൻകം സപ്പോർട്ട് ഇല്ലാതെ 500 രൂപ കൂലി കിട്ടും. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേ ശരാശരി ഒരു കയർ തൊഴിലാളിക്ക് സഹകരണ മേഖലയിൽ കിട്ടിക്കൊണ്ടിരുന്ന കൂലി ഒരു വർഷം 15,000 രൂപയാണ്. ഇപ്പം ഈ വർഷമോ ശരാശരി 50,000 രൂപ. വലിയൊരു സംഘം തൊഴിലാളികൾക്ക് 75,000, 1,00,000 രൂപ വരെ വരുമാനമുണ്ടാവും. ഇതാണ് മാറ്റം. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു കുറവ് വരുത്തിയില്ല. നമ്മുടെ പൊതുവിതരണ സംവിധാനത്തെ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തി എന്ന് മാത്രമല്ല, ജനങ്ങൾ സാധാരണക്കാർ പണിയെടുക്കുന്ന തൊഴിൽ മേഖലകൾ അത് സംരക്ഷിക്കുന്നു. അങ്ങനെ പാവങ്ങളുടെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ
പരിപൂർണമായിട്ട് സംരക്ഷിക്കപ്പെട്ടു. ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അതിനൊന്നും ബാധിക്കുന്നതിന് അനുവദിച്ചില്ല. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ പണം ചെലവഴിക്കുമ്പോഴേ ആ ചിലവെല്ലാം കഴിഞ്ഞ് പിന്നെ ബഡ്ജറ്റിൽ റോഡും പാലവും കെട്ടിടമൊക്കെ പണിയാൻ പണം ഉണ്ടാവില്ല. ഇതൊരു പ്രശ്നമാണ്. പണ്ട് മുതലേ ഇങ്ങനെയാണ്. ക്ഷേമപ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ചെലവ്, ആരോഗ്യ ചെലവ്, ഇതെല്ലാം കഴിയുമ്പോൾ കേരളത്തിൽ മൂലധന ചെലവിന്, നിർമ്മാണ പ്രവൃത്തികൾക്ക് മുതൽ മുടക്കാൻ സർക്കാരിൻ്റെ ഈ പണം ഉണ്ടാവില്ല. കേരളം ഉണ്ടായ കാലം മുതലുള്ള അവസ്ഥയാണ്. ഇതുമൂലം എന്തു പറ്റി? ഇപ്പം തമിഴ്നാട്ടിൽ പോയി ആൾക്കാർ പറയും, നമ്മുടെ ആൾക്കാർ മലയാളികൾ പറയും, നല്ല റോഡ് കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ ചെല്ലണം. വ്യവസായികളെടുത്ത് ചെന്നാലോ അവർ പറയും, വ്യവസായ പാർക്കെല്ലാം കാണണമെങ്കിൽ ഗുജറാത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പോകണം, കേരളത്തിലതൊന്നും ഇല്ല. നമ്മുടെ സാധാരണക്കാർ വ്യവസായം തുടങ്ങാൻ പോയാലോ ഇലക്ട്രിസിറ്റി ഇല്ല, അത് പുറത്തുനിന്ന് കൊണ്ടുവരണേ. നമ്മുടെ ഇവിടെ ഇലക്ട്രിസിറ്റി വേണ്ടത്ര ഇല്ലല്ലോ, ആ കൊണ്ടുവരാനുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇല്ല. ഇങ്ങനെ പശ്ചാത്തല സൗകര്യങ്ങൾ ഇല്ലാതായത് എന്തുകൊണ്ടാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ, വിദ്യാഭ്യാസ, ആരോഗ്യാദി മേഖലകളിലാണ് നമ്മുടെ ചെലവുകൾ നല്ല പങ്കും. അത് കഴിഞ്ഞ് ഇതിനൊക്കെയുള്ള പണമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഉള്ള പണം കൊണ്ട് വല്ലതുമൊക്കെ ചെയ്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയാണ്. പക്ഷെ നമ്മുടെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പണം ചെലവഴിച്ചപ്പോഴേ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു, അഭ്യസ്തവിദ്യരായി തീർന്നു പുതിയ തലമുറ മുഴുവൻ. അവർക്ക് പഴയ തൊഴിൽ പോരാ, അവർക്ക് കയർ വ്യവസായത്തിൽ പോവാം, കൃഷി ചെയ്യാൻ പറഞ്ഞാലൊന്നും അവർക്ക് തൃപ്തിയാവില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുള്ള നല്ല വരുമാനമുള്ള തൊഴിലവസരങ്ങൾ തന്നെ അവർക്ക് വേണം. അതെവിടെ നിന്നാണ് കിട്ടുക? അത് കിട്ടണമെങ്കിൽ നല്ല പുതിയ വ്യവസായങ്ങൾ വരണം. അയ്യോ വ്യവസായം വാ എന്ന് പറഞ്ഞ് വരുന്നതിനൊക്കെ കൈനീട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ നാട് വികസിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന വ്യവസായങ്ങൾ നോക്കി അതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ വ്യവസായങ്ങളാണ് IT വ്യവസായം, വിജ്ഞാനാധിഷ്ഠിത വ്യവസായം. IT മാത്രമല്ല, ബയോടെക്നോളജിയും, ലൈഫ് സയൻസ് പാർക്ക്. 2 വൈദഗ്ധ്യം ആവശ്യമുള്ള വ്യവസായങ്ങൾ. കൊക്കോണിക്സിൻ്റെ പ്രവർത്തനം, ഹാർഡ്വെയർ ഉണ്ടാക്കിയാണ്, സോഫ്റ്റ്വെയർ അല്ല. മെഡിക്കൽ ഡിവൈസസ് പാർക്ക്, ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ. 3 സേവന പ്രധാനമായ വ്യവസായങ്ങൾ. ടൂറിസം ഏറ്റവും നല്ല ഉദാഹരണം. അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രികൾ ഇപ്പോൾ നല്ല പേരല്ലേ വിദേശത്ത്. സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പുറത്തുള്ളവരൊന്ന് ചികിത്സ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരുപാട് കാർഷിക വിഭവങ്ങളുണ്ട്. അതൊക്കെ അതേപടി കയറ്റുമതി ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ കൃഷിക്കാർക്കും മെച്ചം, നാട്ടിൽ തൊഴിലും ഉണ്ടാവും. അപ്പോൾ ഈ വ്യവസായങ്ങളൊക്കെ വരേണ്ടത്. പക്ഷെ അവർ വരുന്നില്ല വേണ്ടത്ര നിക്ഷേപം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വൈദ്യുതി ഉണ്ടോ? പ്രശ്നമല്ലേ. പക്ഷേ വൈദ്യുതി പുറത്തുനിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലേ ഒരു 6000 കോടിയെങ്കിലും മുടക്കി പ്രസരണ ശൃംഖല മെച്ചപ്പെടുത്തണം. കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് നല്ല ഉയർന്ന വോൾട്ടേജിലുള്ള കറണ്ട് കൊണ്ടുപോകാനുള്ള പുതിയ ലൈൻ ഉണ്ടാവണം. നല്ല പുറത്തുനിന്ന് കറണ്ട് കൊണ്ടുവന്ന് നാട്ടിൽ കൊടുക്കാൻ പറ്റുന്നു. 6000 കോടിയാണ്. ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പുതിയത് വേണം, വ്യവസായികൾ വരാൻ. ഇപ്പം അത്യാവശ്യമുള്ള പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിയുടെ വില മാത്രം 20,000 കോടി വരും. ഭൂമി ഏറ്റെടുത്ത് കാര്യങ്ങൾ, സൗകര്യങ്ങൾ ഉണ്ടാക്കാതെ, ഇൻഡസ്ട്രിയൽ പാർക്കില്ലാതെ ആരിവിടെ നിക്ഷേപം നടത്താൻ വരും? അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നതിനൊക്കെ സൗകര്യം ഉണ്ടാവണ്ടേ, ചരക്ക് നീക്കത്തിന് സൗകര്യം ഉണ്ടാവണ്ടേ. നമ്മുടെ റോഡുകൾ മെച്ചപ്പെട്ടേ പറ്റൂ.
അത് സുഗമമായ യാത്രക്ക് റോഡുകൾ മാത്രമല്ല, ജലഗതാഗതവും വേണം, റെയിലും വേണം. പിന്നെ ആളുകൾക്ക് ഈ പണ്ടത്തെ സ്കൂൾ കിട്ടിയാൽ പോരാ, നല്ല സ്കൂളുകൾ വേണം, നല്ല കെട്ടിടങ്ങൾ വേണം, നല്ല ആശുപത്രി, പുതിയ രോഗങ്ങളല്ലേ, നല്ല ആശുപത്രികൾ ഉണ്ടാവണം. അപ്പം ഇവിടെയൊക്കെ മുതൽ മുടക്കണം. അതിനാണെങ്കിൽ പണം ബഡ്ജറ്റിലും ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാമെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ സ്വീകരിച്ചു വന്ന സമീപനം. ഇതിലൊരു മാറ്റം വരുത്തി എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഈ നയത്തിൽ നമുക്ക് ഒരു കുതിപ്പിന്, വികസന കുതിപ്പിന് പശ്ചാത്തലമൊരുക്കുന്ന പുതിയ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് നമ്മളൊരു പുതിയ സംവിധാനം കണ്ടെത്തി. കേരളം ഇന്ന് നമ്പർ 1 ആണ് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, ക്ഷേമത്തിൽ, സുരക്ഷയിൽ, ഇതൊക്കെ. പക്ഷേ സാമ്പത്തിക വളർച്ചയിലും നമ്പർ 1 ആവണം. ഗുജറാത്തിൽ വലിയ സാമ്പത്തിക വളർച്ചയുണ്ട്, പക്ഷെ ക്ഷേമമില്ല. നമുക്ക് ക്ഷേമമുണ്ട്. എന്തിന് ഗുജറാത്തിന് പുറകിലാവണമെന്ന് കേരളത്തിലെ സാമ്പത്തിക വളർച്ച? എന്തിന് മറ്റുള്ള ഏതെങ്കിലും സംസ്ഥാനത്തിന് പുറകിലാവണം? ഏറ്റവും ക്ഷേമമുള്ള, ഏറ്റവും വേഗതയിൽ വളരുന്ന സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ നമ്മൾ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിന് പണം എവിടെ നിന്ന് എന്നുള്ള വെല്ലുവിളിയാണ് നമ്മുടെ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റിൽ അഡ്രസ് ചെയ്തത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തി. അതാണ് കിഫ്ബി. എന്താ പരിഹാരം? ഞാൻ ലളിതമായിട്ട് പറയാം. നമ്മൾ EMS പാർപ്പിട പദ്ധതി നടപ്പാക്കി കഴിഞ്ഞ സർക്കാർ. ഇപ്പം ലൈഫ് പദ്ധതി വന്നപ്പോൾ നേരത്തെ 2.5 ലക്ഷം കൊടുത്തതിന് പകരം നമ്മൾ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇനി ഭൂമി ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് പണിയുമ്പോൾ ഒരു ഫ്ലാറ്റിന് ചുരുങ്ങിയത് 11 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ 2.5 ലക്ഷം പേർക്ക് കൊടുത്തു. ഇന്നിപ്പോൾ വേറൊരു 1.5-2 ലക്ഷം പേർക്ക് വീണ്ടും ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 5 ലക്ഷം പേർ കൂടി കൊടുക്കണം. എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്? നമ്മുടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ഹഡ്കോയിൽ നിന്ന് സർക്കാർ വായ്പ എടുത്തു കൊടുക്കുന്നു. ഹഡ്കോയ്ക്ക് എങ്ങനെ തിരിച്ചടക്കാം? ഹഡ്കോയ്ക്ക് തിരിച്ചടക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും ഭാവിയിൽ പ്ലാൻ ഫണ്ട് കിട്ടുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം തിരിച്ചടവിന് ഉപയോഗിക്കും. അത് കരാറൊപ്പിട്ടിട്ടുണ്ട്. ഹഡ്കോയോട് പറയുന്നത്, നിങ്ങൾ പഞ്ചായത്തിനും നഗരസഭയ്ക്കൊക്കെ കൊടുക്കുന്നത്, ഇതിന് പണം തിരിച്ചു തരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ പഞ്ചായത്തുകളും നഗരസഭകളും ഭാവിയിൽ ഒരു 20 വർഷത്തേക്ക് അവർക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് നിങ്ങളുടെ മുതലും പലിശയും തവണകളായിട്ട് തരും. പക്ഷെ ഒരു ഗുണം എന്താ? ഇന്നുള്ള എല്ലാവർക്കും വീട് കിട്ടും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് കിഫ്ബി. നമ്മളൊരു പുതിയ ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കി. ബാങ്ക് അല്ല കേട്ടോ. ബാങ്കാണെങ്കിൽ നിങ്ങൾക്ക് പണം കൊണ്ടുപോയി നിക്ഷേപിക്കാം, അവിടെ നിന്ന് പിൻവലിക്കാം. അതാ ബാങ്കിങ് ഏർപ്പാടൊന്നുമില്ല. അതില്ലാത്തൊരു ധനകാര്യ സ്ഥാപനം. ആ ധനകാര്യ സ്ഥാപനത്തിന് കേരള സർക്കാർ മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കാനായിട്ട് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഒരു 100 രൂപ ഒരു ദിവസം മോട്ടോർ വാഹന നികുതി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് 50 രൂപ അന്ന് വൈകുന്നേരം തന്നെ കിഫ്ബിയുടെ അക്കൗണ്ടിൽ പോവും. 50 ട്രഷറി കിടക്കും. അപ്പോൾ നമുക്ക് കിഫ്ബിക്ക് എന്ത് ചെയ്യാം? ഈ നിയമം എടുത്തിട്ട് ലോകത്തുള്ള ഏത് ഇൻവെസ്റ്റഡായും ധനകാര്യ സ്ഥാപനത്തിൻ്റെയും ഒക്കെ മുന്നിൽ ചെല്ലാം. എന്നിട്ട് പറയാം, ഞങ്ങൾക്കിപ്പോൾ കുറച്ച് പണം വായ്പ തരൂ. എങ്ങനെ തിരിച്ചടക്കും? നിങ്ങൾക്ക് സ്വത്തൊന്നുമില്ലല്ലോ. കേരള സർക്കാർ പാസാക്കിയ നിയമപ്രകാരം എല്ലാ വർഷവും മോട്ടോർ വാഹന നികുതിയുടെ പകുതി വെച്ച് കിട്ടും. ഈ വർഷം 1000 കോടി കിട്ടും, അടുത്ത വർഷം 1200, മൂന്നാം വർഷം 1400, 1500, അങ്ങനെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ 2000 കോടി കിട്ടും, 2500 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കേരള സർക്കാരും എഴുതി കൊടുക്കും, ഞങ്ങളിങ്ങനെ കൊടുത്തോളാം. എന്നിട്ട് ഏതെങ്കിലും പ്രകാരത്തിൽ കൊടുക്കുന്നില്ലെങ്കിൽ സർക്കാർ അവർ മേടിക്കുന്ന വായ്പ തിരിച്ചു തരാം എന്ന് പറഞ്ഞാലേ ആര് വേണമെങ്കിൽ പണം കൊടുക്കും.
ഇതിനെയാണ് വിളിക്കുന്നത് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫ്യൂച്ചർ ഇൻകം ഫ്ലോ. ഭാവി വരുമാനത്തെ ഇന്ന് ആസ്തിയാക്കി മാറ്റുന്നു. ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ EMS പാർപ്പിട പദ്ധതിയിൽ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയും വായ്പ എടുത്ത പോലെ ഇപ്പോൾ ലൈഫിൽ അവർ വായ്പ എടുക്കുന്ന പോലെ ഈ ധനകാര്യ സ്ഥാപനം സർക്കാരിൽ നിന്ന് ഇനിയുള്ള വർഷങ്ങളിൽ കാലങ്ങളിൽ കിട്ടുന്ന ഗ്രാൻഡ് ചൂണ്ടിക്കാണിച്ച് ഇന്ന് വായ്പ എടുക്കണം. എന്നിട്ടോ പക്ഷെ ഈ വായ്പ ബഡ്ജറ്റ് വഴി ചെലവാക്കാൻ പറ്റൂല. അത് നിയമവിരുദ്ധമാണ്. സർക്കാരിന് വായ്പ എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുവാദം മേടിക്കണം. അനുവാദം തരൂല. നമ്മൾക്ക് വായ്പ എടുക്കുന്നതിന് പരിധിയുണ്ട്. എന്നാൽ ഈ സ്ഥാപനം സർക്കാരിൻ്റെതാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വായ്പ എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉണ്ട്. കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കിഫ്ബി വായ്പ എടുക്കാൻ കേന്ദ്രത്തിന് അനുവാദം വേണ്ട. അതാണ് ഇപ്പം നമ്മൾ ചെയ്യണത്. നമ്മുടെ ബഡ്ജറ്റിൽ വായ്പ എടുക്കാനൊന്നും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, നമുക്ക് അനുവദിച്ചിട്ടുള്ള വായ്പ തന്നെ ഒരു വെട്ടിച്ചുരുക്കുകയാണ്. എങ്ങനെയൊക്കെ നമ്മളെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുക. GST വരുമാനം കൂടുന്നില്ല എങ്കിലും അങ്ങനെ നഷ്ടം വന്നാൽ നഷ്ടപരിഹാരം തരണമെന്ന് നിയമമുണ്ട്. ഇപ്പോൾ കേരളത്തിന് 8,000 കോടി കിട്ടാനുണ്ട്. 8,000 തരൂല, ഞങ്ങൾ 5,000 തരത്തുള്ളൂ, ബാക്കി 3,000 2 വർഷം കഴിഞ്ഞ് തരാം എന്നാ പറയണേ. അത് പറ്റൂലെന്ന് ഞങ്ങൾ വായ്പ എടുത്തും തരില്ല, നിങ്ങൾ വായ്പ വേണമെങ്കിൽ എടുത്തോണമെന്ന് കേന്ദ്രം. നമ്മൾ വായ്പ എടുക്കാൻ പോയാൽ വലിയ പലിശ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് അത് പറ്റത്തില്ലെന്ന് നമ്മൾ. ഇപ്പം ഏതായാലും അതിനൊരു കാല് താഴേക്ക് വെച്ചിട്ടുണ്ട്. കേന്ദ്രം തന്നെ വായ്പ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വാഗതം ചെയ്ത് ഇനിയിപ്പോൾ ഒരു പ്രശ്നം കൂടി ബാക്കിയുണ്ട്. ഓരോ ദിവസവും കേന്ദ്രം ഇട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അനുവദിച്ച വായ്പയിൽ കഴിഞ്ഞ വർഷം 7,000 കോടിയാണ് വെട്ടിക്കുറച്ചത്. ഓരോ ന്യായം പറഞ്ഞേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർക്കാത്ത പണം ട്രഷറി കിടപ്പുണ്ടാവും. നമ്മുടെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം കഴിഞ്ഞ ഓണത്തെ നോക്കുന്ന UDF ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞ് 3 വർഷം കഴിഞ്ഞ് തരാം അരിയേഴ്സ്. അവരുടെ കാലത്ത് കൊടുക്കണ്ട. അപ്പം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എടുത്ത് നമുക്കും കൊടുക്കാൻ കാശില്ലാത്ത പറഞ്ഞ് PF-ലിടാം, PF ഇത് നിങ്ങൾ എടുത്തോ, PF-ൽ കിടന്ന പണം നിങ്ങൾ വായ്പ എടുത്താണ് എന്ന് പറഞ്ഞ് 7,000 കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിക്കുറച്ചത്. ഈ വർഷവും വെട്ടിക്കുറക്കും കേട്ടോ. ഒരു ദയയും ദാക്ഷിണ്യമൊന്നും ഇല്ല. ഈ കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിഫ്ബി വായ്പ എടുക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ അവർക്ക് പറ്റില്ല. കാരണം സർക്കാരല്ലത്. അതുകൊണ്ട് കിഫ്ബി വഴി ഇപ്പോൾ 60,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾക്ക് അനുവാദം കൊടുത്തിരിക്കുക. സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും കാലത്ത് നമ്മുടെ സ്കൂളുകളെല്ലാം നമ്മുടെ ആശുപത്രികളെല്ലാം എത്ര റോഡുകൾ, എത്ര പാലങ്ങൾ, വൈദ്യുതിയുടെ കാര്യം പറഞ്ഞില്ലേ 6,000 കോടി എടുത്തു കൊടുത്തിരിക്കുക KSEBക്ക്. വേഗം പ്രസരണ ലൈൻ വരട്ടെ, വൈദ്യുതി സുലഭമായിട്ട് ലഭ്യമാവട്ടെ. കോവിഡ് വന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻ്റർനെറ്റില്ല വീട്ടിൽ. എന്തൊക്കെ പ്രയാസങ്ങൾ. എല്ലാ വീട്ടിലും വരാൻ പോയാണ് ഇൻ്റർനെറ്റ് ഈ മാർച്ച് മാസത്തിനുള്ളിൽ. അത് കിഫ്ബിന്ന് കൊടുക്കുന്ന പണം. മുഖ്യമന്ത്രി ദേശീയപാത വികസനം ഗഡ്കരിയുമായി ചേർന്ന് 12,000 കോടി രൂപയുടെ ഉദ്ഘാടനം ചെയ്തു. UDF-ന്റെ കാലത്ത് നടക്കാത്ത എന്താ? ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പം കേന്ദ്ര സർക്കാർ പറയുന്നത് ഭൂമിയുടെ വിലയുടെ 4/1 നമ്മൾ കൊടുക്കണമെന്നാണ്. ആ UDF-ന്റെ കാലത്ത് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ആ ഭൂമിക്ക് വില മുഴുവൻ കേന്ദ്രം കൊടുത്താന്. ഇപ്പം കേന്ദ്രത്തിന് നയം മാറി, സംസ്ഥാനം കൊടുക്കണം. അങ്ങനെ 4/1 കൊടുക്കണം. 5,000 ചില്ലാനും കോടി രൂപ. സാധാരണ 5,000 ചില്ലാനും കോടി രൂപ ഒരു സർക്കാരിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ?
കിഫ്ബിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. ഈ തരത്തിലുള്ള വലിയ ഒരു സാധ്യത നമ്മൾ തുറക്കുകയാണ്. പക്ഷേ UDF എങ്ങനെയൊക്കെ ഈ പുതിയ സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പിൽ താറടിച്ച് കാണിക്കാൻ പറ്റുമോ, തകർക്കാൻ പറ്റുമോ, അതാ അവരുടെ ശ്രമം. എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞ. തുടക്കം മുതൽ ആകാശകുസുമമാണ്, അഴിമതിയാണ്, AG ഇല്ല, എന്തൊക്കെ ആക്ഷേപങ്ങൾ. വല്ല അടിസ്ഥാനമുണ്ടോ? ഇതേ വായ്പ തരുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളൊന്നുമല്ല. അന്തർദേശീയമായിട്ടുള്ള നിക്ഷേപകരിൽ നിന്ന് ബോണ്ടിറക്കി പണം സമാഹരിക്കുന്നതാണ്, മസാല ബോണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും അനുവാദം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ ഇന്ത്യക്കാരിൽ നിന്ന് ഇങ്ങനെ ബോണ്ടിറക്കി വായ്പ എടുക്കാനുള്ള അനുവാദം. ലോകബാങ്കിന് സ്വകാര്യ കമ്പനികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് വായ്പ കൊടുക്കാൻ ഒരു ബാങ്ക് ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. അവർ 2000 കോടി തരാമെന്ന് പറയുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളൊക്കെ നമുക്ക് വായ്പ തരാമെന്ന് പറയുകയാണ്. അവർ നോക്കും ഇതെങ്ങനെയാണ് നടക്കണത്, ഇതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത്, ഇതിൻ്റെ നടത്തിപ്പിൽ സുതാര്യമാണോ, അഴിമതിയുണ്ടോ എന്നൊക്കെ ഇവർ പരിശോധിച്ചിട്ടില്ലാതെ ഈ പണം എടുത്ത് എണ്ണിയങ്ങ് തരയല്ലേ 60,000 കോടി രൂപ. എന്നാലും എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞു വരുന്നത്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇന്ന് കിഫ്ബിക്കെതിരായിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ആരാ വക്കാലത്ത്? കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. ആരാ കേസ് കൊടുക്കുന്നവര്? ചില BJP ബുദ്ധി കേന്ദ്രങ്ങൾ. BJPയും കോൺഗ്രസും കൂടി ചേർന്ന് കിഫ്ബിക്കെതിരായിട്ടുള്ള കേസ് കൊടുത്തിരിക്കുക. എന്താ കേസിൽ ഈ കോൺഗ്രസ് വക്കീൽ വാദിക്കണമെന്നറിയോ? BJPക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല, ഭരണഘടനാ വിരുദ്ധാണെന്ന് വാദിക്കുക. എന്നിട്ട് ചെയ്തു നോക്കണേ ഈ മാത്യു കുഴൽനാടൻ. അദ്ദേഹം ചെയ്തിരിക്കുന്നത് RBIനെ കക്ഷി ചേർത്തു, കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർത്തു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ടിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അഫിഡവിറ്റ് കൊടുക്കാനുള്ള ശ്രമമാണ്. നാണമില്ലേ എന്ന് UDFന്? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ, നാട്ടിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകില്ലെന്ന് അതിനെയൊക്കെ തുരങ്കം വെക്കാൻ വേണ്ടി BJPയുമായിട്ട് ഒത്തുചേർന്ന് കേസ് കൊടുക്കുന്നിടത്ത് വരെ പോവുകയാണ്. പത്രത്തിനൊന്നും അധികമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ കേസ് വിളിക്കും. നമ്മൾ നല്ല വക്കീലന്മാരെ വെച്ചിട്ടുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചതാ, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് മസാല ബോണ്ട്. സംസ്ഥാനത്തിൻ്റെ പരിമിതമായ അവകാശങ്ങൾ പോലും BJP സർക്കാരിന് അടിയറ വെക്കണം എന്നുള്ള നിലപാടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ കിഫ്ബിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് അന്യാദൃശ്യമായ, ഒരിക്കലും നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത മാറ്റങ്ങൾ വരുത്തുക. ഇങ്ങനെ 56,000 കോടി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞേക്കാം. എന്താ പുതിയ റെയിൽപാത, സിൽവർ ലൈൻ, അതിനൊരു 70,000 കോടി വരും. ഇൻഡസ്ട്രിയൽ ഇടനാഴി, കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിന് അതിന് വരും ഒരു 40,000 കോടി. പിന്നെ നമ്മുടെ തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റി റീജിയൻ, വിഴിഞ്ഞം റെഡിയാകുമ്പോഴേക്കേ ഇവിടെ വിഴിഞ്ഞത്തിനോട് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വലിയ ഒരു വ്യവസായ ശൃംഖല വേണം. അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരത്തിലല്ല, വിഴിഞ്ഞത്തു നിന്ന് ആരംഭിച്ച് നമ്മുടെ നെടുമങ്ങാട് പ്രദേശത്തു കൂടി അവിടുത്തെ പഴയ റബ്ബർ തോട്ടങ്ങളൊക്കെ വഴി കടന്നു വരുന്ന വലിയൊരു ഇടനാഴി, അവിടെയൊക്കെ സാറ്റലൈറ്റ് ടൗണുകൾ, ഒരു നോളജ് സിറ്റി, ഇതൊക്കെയുള്ള സംവിധാനം. ഇതിനെല്ലാം കൂടി ചുരുങ്ങിയത് 1 ലക്ഷം 1,4 ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്ന്.
പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ എല്ലാ വർഷവും എന്ത് വന്നാലും നമ്മൾ ഒരു 7,000-8,000 കോടി രൂപ മൂലധനത്തിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതുകൊണ്ട് 2-2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ഇനിയുള്ളൊരു 5 വർഷം കൊണ്ട് വരുത്താനുള്ള പരിപാടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടാണ് കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. തുക എത്ര? 2-2.5 ലക്ഷം കോടി രൂപ. ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഭാവന വേണം. UDF ചിന്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തും. അവരുടെ പെൻഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ വീട്, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോണ സ്കൂള്, അവർ ചികിത്സക്ക് പോണ ആശുപത്രികൾ, ഇതൊക്കെ ഒന്നാം തരമാക്കും. അതിന് പണം കണ്ടെത്തും. അതൊക്കെ ബഡ്ജറ്റ് വഴി ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കുതിപ്പിന് വേണ്ടുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ അത് ചെറിയ തുകക്കല്ലട്ട. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികളിലൊന്ന് കേരളത്തിൽ വച്ചിരിക്കുകയാണ്. ഇത് പ്രാവർത്തികമായാൽ ഒരു സംശയവും വേണ്ട, കേരളം നമ്പർ 1 ആകും. ക്ഷേമകാര്യങ്ങളിൽ മാത്രമല്ല, സാമൂഹ്യ കാര്യങ്ങളിൽ മാത്രമല്ല, സാമ്പത്തിക വളർച്ചയിലും ഇന്ത്യയിൽ നമ്പർ 1 ആവും. അതിനുള്ള പരിപാടിയാണ്, അതിനുള്ള കാഴ്ചപ്പാടാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്.